ആ ബോട്ട് യാത്ര വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കൂറ്റൻ ബോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഒന്നും പറയാനില്ല. ഇത് അങ്ങോട്ട് നോക്കിക്കോട്ടോ. ഫോട്ടോസിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫോട്ടോഷൂട്ട് നമ്മൾ കാണുന്നത് ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സ് ഒക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. സൈഡിൽ കാണുന്നില്ല ഐലൻഡ്, ഇതൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. One minute. Okay. Hello, sir. How much? 50,000. Nói gì nói gì vậy? ടൂറിസ്റ്റുകളുമായിട്ട് ധാരാളം വണ്ടികൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. കൂടെയുള്ളവരൊക്കെ ചൈനക്കാരെ അതിൻ്റെ പേരിൽ സെപ്പറേറ്റാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഹായ്. എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരും. അത് പ്രകാരം നമുക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം. ബോട്ടിലൂടെ യാത്ര ചെയ്ത് ആദ്യത്തെ സ്റ്റോപ്പിലെത്തിയതിന് ശേഷം ഇവിടെ നമ്മളെ ആക്ടിവിറ്റീസിൻ്റെ ഏരിയ ആണ് കേട്ടോ. ആദ്യത്തെ ഐലൻഡ് ടൂറിൽ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കണം. അപ്പോൾ ഞാൻ അണ്ടർ സീ വാക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ തീരുമാനിച്ചു. പലതരത്തിലുള്ള പാക്കേജ് ഉണ്ട്. 15 മിനിറ്റിൻ്റെ, പിന്നെ ഫോട്ടോ ഉള്ളത്, ഫോട്ടോ ഇല്ലാത്തത്, അങ്ങനെ പല ഞാൻ അതിൻ്റെ ഒരു VIP പാക്കേജാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം എന്താണ് ഇവിടുത്തെ കടലിൻ്റെ അടിയിലെ കാഴ്ചകൾ നമുക്കൊന്ന് കാണണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യാത്ര. അപ്പോൾ നമ്മൾ അണ്ടർ സീ വാക്ക് ഏരിയയിലേക്ക് പോവുകയാണ്. ഇവിടെ സ്കൂബയും ബാക്കി സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ സ്കൂബ കിറ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ അണ്ടർ സീ വാക്കാണെങ്കിൽ അതിൻ്റെ ഓക്സിജൻ സപ്ലൈകളെല്ലാം കൊടുക്കുന്നത് എല്ലാം വളരെ പ്രൊഫഷണലി സെറ്റ് ചെയ്തേക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ എനിക്ക് തായ്ലൻഡിലോ മലേഷ്യയിലോ ഫിലിപ്പൈൻസിലോ ഒന്നും ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എനിക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഒരു 1.5 എക്സ്പീരിയൻസ് ആണ് അണ്ടർ സീ വാക്ക്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബോട്ടിലെത്തി കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ വലിയ ഒരു ബോട്ട്, ബാർജിൽ നിന്ന് നമ്മളിപ്പോൾ തായ്ലൻഡിലൊക്കെ ബാർജാണ് സെറ്റ് ചെയ്തെങ്കിൽ ഇതൊരു വലിയ ബോട്ട്, കൂറ്റൻ ബോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് പാക്കേജ് എടുത്തപ്പോൾ അണ്ടർ സീ വാക്ക് എടുത്തപ്പോൾ നമ്മളിതിൻ്റെ പ്രീമിയം പാക്കേജാണ് എടുത്തത്. കടലിനടിയിൽ കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്യണം. പിന്നെ VIP പ്രീമിയം എന്ന് പറഞ്ഞാൽ VIP ടിക്കറ്റാണ് എടുത്തത്. അത് പ്രകാരം വെൽക്കം ഡ്രിങ്ക്, അത് ഡ്രൈവൊക്കെ കഴിഞ്ഞ് വന്ന സമയത്തും നമുക്ക് എപ്പോഴും കൂടെ ഒരാൾ അസിസ്റ്റ് ചെയ്യാനുണ്ടാവും. ജസ്റ്റ് ഫ്രഷപ്പ് ആയതിനു ശേഷം അപ്പോൾ ഡൈവ് കഴിഞ്ഞും അത് അണ്ടർ സീ വാക്ക് കഴിഞ്ഞും കയറി വരുമ്പോൾ തന്നെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. VIP ടിക്കറ്റിലാണ് കേട്ടോ. പിന്നെ വെൽക്കം ഡ്രിങ്ക് ഇതാ കണ്ടില്ലേ, വളരെ നല്ല ഓറഞ്ച് ജ്യൂസാണ് തന്നിരിക്കുന്നത്. ഒപ്പം തന്നെ കട്ട് ഫ്രൂട്ട്സ്, നമ്മുടെ ചാമ്പക്ക, വാട്ടർമെലൺ, പഴം, ഇതൊക്കെയാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല, വളരെ നല്ല അടിപൊളിയാണ്. വലിയൊരു കൂറ്റൻ ബോട്ട് ഇതിനു വേണ്ടിയിട്ട് അണ്ടർ സീ വാക്ക് പർപ്പസിന് വേണ്ടി സെറ്റ് ചെയ്തേക്കാണ്. എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്.
ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ അണ്ടർസീ വാക്ക് പോയ കാഴ്ചകൾ കാണട്ടെ, കണ്ടോ. അതിമനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ കേട്ടോ. വലിയൊരു കൂറ്റൻ ബോട്ടിന്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. കൂറ്റൻ ബോട്ട് എന്ന് പറഞ്ഞാൽ ഇതിലാണ് നമ്മുടെ അണ്ടർസീ വാക്ക് പരിപാടികളെല്ലാം തന്നെ നമുക്കത് ഡീറ്റെയിൽ ചെയ്യാനുള്ള റൂമുകൾ ഡിസ്പ്ലേയിൽ അതൊക്കെ കാണിച്ചു തരും. കടലടിയിൽ പോയി നമ്മൾ എന്തൊക്കെ കാണും എന്നൊക്കെയുള്ള അനുഭവങ്ങൾ. ഒപ്പം തന്നെ വളരെ അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ വെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ടീ കോഫി കഴിക്കാനുള്ള സൗകര്യങ്ങൾ, ബാത്റൂം ഫെസിലിറ്റീസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കൂറ്റൻ ഈ ബോട്ടിനകത്ത് അത്യാവശ്യം വൈദ്യസഹായത്തിനുള്ള സൗകര്യങ്ങളെല്ലാമായിട്ടാണ് ഈ കടൽ തീരത്തൊന്ന് കിടക്കുന്നത്. സൈഡിൽ കാണുന്നില്ല ഐലൻഡിൻ്റെ ഒരു സൈഡിൽ ആഴം കുറഞ്ഞ വശത്താണ് നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 5 to 7 മീറ്റർ 8 മീറ്റർ, അതായത് 5 മുതൽ 7 8 മീറ്റർ വരെ താഴ്ചയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ അടിയിലുള്ള കോറൽസ് ലൈവായിട്ടുള്ളതെല്ലാം നമുക്ക് കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. കടലിന് അടുത്തറിയാൻ ആക്ച്വലി നമ്മൾ ഈ കടൽ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കടലിൻ്റെ 2% കാഴ്ചയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് ഡൗട്ടാണത്. ഉദാഹരണത്തിന് ഇത് അങ്ങോട്ട് നോക്കിക്കോട്ടോ, ഞാൻ കൈ ചൂണ്ടി കാണിച്ചിട്ടില്ല. ആ സൈഡ് നോക്കുമ്പോൾ എന്താ കുറച്ച് ആ മലനിരകളും പാറക്കെട്ടും വെള്ളമല്ലേ കാണുന്നുള്ളൂ. ഇതിൻ്റെ അകത്തുള്ള ഭംഗി ഒന്ന് ആലോചിക്കുക. ഇതിൻ്റെ അകത്താണ് നമ്മൾ പോയിട്ട് ഇപ്പോൾ ഈ കാഴ്ചകൾ, മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടത്. അപ്പോൾ ഇതാണ് വ്യത്യാസം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കടലിങ്ങനെ കാണുമ്പോൾ ബോട്ടുകൾ പോകുന്നു, സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഭംഗിയല്ല, കടലിൻ്റെ അടിയിലെ ഭംഗി അതൊരു 1.5 ഫീൽ തന്നെയാണ്. അതൊക്കെ ഇത്തരം യാത്രകളിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഇപ്പോൾ ഞാനിന്നിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തതാണ് അണ്ടർസീ വാക്ക്. തായ്ലൻഡിലൊക്കെ പതിവായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ ഞാനിതിപ്പോൾ ഒന്നും കൂടി ഓരോ കടലിൻ്റെയും അനുഭവങ്ങൾ എങ്ങനെയെന്ന് അറിയണമല്ലോ. അപ്പോൾ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ആ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഐലൻഡിലെ ആക്ടിവിറ്റീസ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ബോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ബോട്ടിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ആദ്യത്തെ ഐലൻഡിൽ നിന്നുള്ള അണ്ടർസീ വാക്ക് പരിപാടികളൊക്കെ തീർന്നതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സീ കുറച്ച് റഫാണ്. അപ്പോൾ അതിൻ്റെ പേര് തന്നെ നല്ല അടിപൊളി അഡ്വഞ്ചറസ് ബോട്ട് യാത്ര തന്നെ പറയാം. വീണ്ടും യാത്ര ചെയ്ത് നമ്മൾ എത്തിയിരിക്കുന്നത് ദുഗോങ് ബേ, രണ്ടാമത്തെ ഐലൻഡ് കേട്ടോ. രണ്ടാമത്തെ ഐലൻഡിലേക്കുള്ള യാത്ര വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സീ കമ്പാരിറ്റീവ്ലി കുറച്ച് റഫാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ബാക്കിൽ തന്നെ. ആ ബോട്ട് യാത്ര വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ നമ്മൾ ബോട്ടിൽ എല്ലാ രാജ്യക്കാരും ഉണ്ട്. ആ ബോട്ട് നമ്മളിങ്ങനെ വന്ന് മറ്റൊരു ഐലൻഡിലെത്തി. പാറക്കെട്ടുകളൊക്കെ തികച്ചും വ്യത്യസ്തമുണ്ട്. നൂറ്റാണ്ടുകളോളം വെള്ളത്തിനടിയിൽ കിടന്ന ഒരു പ്രതീതിയാണിത്. പിന്നെ മൊത്തത്തിൽ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനും നല്ല നല്ല ഫോട്ടോസ് എടുക്കാനുള്ള സ്പോട്ടുകളാക്കി സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാണുന്നില്ലേ? അപ്പോൾ വളരെ ഫോട്ടോജനിക് ആയിട്ടുള്ള ഐലൻഡുകൾ. തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് ഹണിമൂൺ ഡെസ്റ്റിനേഷനായിട്ട് നിങ്ങൾക്ക് ഫുക്കോക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. എനിക്ക് ഒരു പക്ഷേ ബാലിയേക്കാളും എനിക്കിഷ്ടമായെന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയാം. ബാലി മോശം എന്നല്ലാണ്ട് പറയണത്, ബാലിയേക്കാളും. ഇനിയിപ്പോൾ പുതിയതായിട്ട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫുക്കോക്ക് പ്രിഫർ ചെയ്യാം. ബാലി മോശം എന്നല്ല പറയണത്. ബാലിയുടെ കൾച്ചറുണ്ട്. ബാലി കുറച്ച് ഓവർ ക്രൗഡഡ് ആയെന്ന് പറയാം. ഇവിടേക്ക് വരുമ്പോൾ അത്രയ്ക്കും ആ ക്രൗഡിലേക്ക് എത്തണുള്ളൂ. വരും വർഷങ്ങളിലൊക്കെ ഇനി പറയാനില്ല, അമ്മാതിരി തിരക്കുകളിലേക്ക് നമ്മൾ മാറും. പക്ഷെ ഒന്നും പറയാനില്ല, ഒരു 1.5 കാഴ്ചകൾ, നല്ല അടിപൊളി ഫോട്ടോസ്, വീഡിയോസ്, നല്ല ഭക്ഷണങ്ങൾ, നല്ല അടിപൊളി സീ ഫുഡ് വിഭവങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ് ഫുക്കോക്കിൽ. അതുപോലെ തന്നെ എങ്ങനെ ഏത് ആംഗിളിലേക്ക് തിരിച്ചാലും, ഇപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ തിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും, ഏത് ആംഗിളിൽ തിരിച്ചാലും അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം.
തന്നെയല്ല ഒരുപാട് പുതുമകൾ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നല്ല നല്ല ഫോട്ടോസ് വീഡിയോസൊക്കെ ഇവരെടുത്ത് തരുന്നുള്ളതാണ് കേട്ടോ. അതൊരു 1.5 എക്സ്പീരിയൻസ് ആയിരിക്കും. അത്തരത്തിൽ ഒരു ഫാമിലി ഫോട്ടോസ് എടുക്കുന്ന ഇതാണ്. നല്ല അടിപൊളി ഡ്രോൺ ഷോട്ടുകൾ, അതുപോലെ നല്ല ഊഞ്ഞാലുകൾ, അതുപോലെ ഒരുപാട് ഫോട്ടോസിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു തികച്ചും കൗതുകം നിറഞ്ഞ കാഴ്ചകൾ തന്നെ ആയിരിക്കും. ഇവിടെ എത്തുമ്പോൾ കാണുന്ന കണ്ടില്ലേ, ഇതൊരു സ്പോട്ട്, അതുപോലെ തന്നെ അതൊരു സ്പോട്ട്, ഇതൊരു സ്പോട്ട്, ഫോട്ടോ എടുക്കാൻ ഇതൊരു സ്പോട്ട്, ഇതൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇനി അതുപോലെ കപ്പിൾസിന് ഒന്നിച്ചിരുന്ന് ഊഞ്ഞാലാടാം. ഇപ്പം എൻ്റെ കൂടെ ഇപ്പം ഞാൻ ഒറ്റയ്ക്കിരുന്ന് ആടേണ്ട വരും ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഒന്നിച്ചിരുന്ന് ഊഞ്ഞാലാടാം. ഇത് അത്തരത്തിൽ അതിനുള്ള സൗകര്യങ്ങൾ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി കാര്യങ്ങളൊക്കെ ഇവരിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാൽദീവ്സിലൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് നമ്മുടെ റിസോർട്ടുകളിലൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി ഊഞ്ഞാലാടാൻ വലിയ പൈസ കൊടുക്കണമെങ്കിലും ആ റിസോർട്ടുകൾ വളരെ എക്സ്പെൻസീവ് ആണെങ്കിൽ അവിടെ ഒരു നൈറ്റ് താമസിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു 4 ദിവസം 5 ദിവസം താമസിച്ച് പോകാൻ പറ്റുന്നുള്ളതാണ്. ഇത് ഞാൻ ഈ കമ്പാരിസൺ ചെയ്യുമ്പോൾ മറ്റു രാജ്യങ്ങളൊന്നും വില കുറച്ച് പറയണതല്ല കേട്ടോ. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഒരിക്കലും മറ്റു രാജ്യങ്ങളെ വില കുറച്ച് കാണിക്കുന്നതല്ല. ബാലിയുടെ ഭംഗിയുണ്ട്, മാൽദീവ്സിന് അതിൻ്റെ ഭംഗിയുണ്ട്. പക്ഷേ ഒന്നും ഒരു രാജ്യങ്ങളെ കുറച്ച് കാണിക്കുന്നതല്ല. പക്ഷേ ഞാൻ കമ്പാരിസൺ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനും കൂടുതൽ ആക്ടിവിറ്റീസ് കൂടുതൽ വൈബ് പിടിക്കാനും വേണ്ടിയിട്ടാണ്. ഫോട്ടോസ് എടുത്തരുന്ന ആൾക്കാർ ഡ്രോണും നമ്മൾ കൊണ്ടുവരണ്ട. ഡ്രോണൊക്കെ ഇവിടെ ഉണ്ട്. ഡ്രോണിൽ നല്ല നല്ല വിഷ്വൽസ് ഒക്കെ എടുത്തു തരും. ഇതിപ്പോൾ എന്താ വേണ്ട അല്ലേ? ഇതേ കണ്ട ഡ്രോൺ ഓപ്പറേറ്റർമാരുണ്ട്. അതുപോലെ തന്നെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. കുട്ടികൾക്കായാലും ചെറിയ മക്കളായിരുന്നാലും നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളെ കുട്ടികൾക്ക് സമ്മാനിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ടൂറുകളിലൊന്നാണ്. കടൽ കാഴ്ചകളൊക്കെ വളരെ അടുത്തറിയാൻ സാധിക്കും. അവരോട് ഒന്നിച്ച് ചിലവഴിക്കുന്ന നിമിഷങ്ങൾ അവരും ഓർത്തിരിക്കും എന്നുള്ളതാണ് മറ്റു പ്രത്യേകത. അപ്പോൾ അത്തരത്തിലൊരു ഫോട്ടോഷൂട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹണിമൂൺ കപ്പിൾസിന് നിങ്ങൾക്ക് ആൽബത്തിലേക്ക് കൂട്ടിച്ചേർക്കാവുന്ന അത്തരം ഫീലിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും ഐലൻഡിൻ്റെ ഒരു സൈഡിൽ വരുന്നു. ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങൾ കണ്ടില്ലേ. ഓരോ ഫാമിലീസ് ഫോട്ടോ എടുക്കുന്നത് കാണാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെയും ഫോട്ടോ എടുക്കാൻ സൗകര്യം. എല്ലാം കടലിലാണ് കേട്ടോ. അപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് അവർ ഒരുക്കിയേക്കണം എന്നുള്ളതാണ്. അത് ഒന്നും പറയാനില്ല. അടിപൊളി അടിപൊളി അടിപൊളി. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ട്രൈപോഡിൽ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ ഇവിടെ ഒക്കെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കുറേ ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ ഇതിനകത്ത് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ പലരുടെയും പ്രൈവസിയൊക്കെ കാരണം കൊണ്ടൊന്നും ആഡ് ചെയ്തില്ല. അപ്പോൾ ഇവർക്കൊന്നും കുഴപ്പമില്ലാത്തതിൻ്റെ പേരിലാണ് അവരോട് പറഞ്ഞിട്ടാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഒന്നും പറയാനില്ല. വളരെ അധികം നല്ല നല്ല ഫോട്ടോസ് എടുക്കാം. ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ഫോട്ടോ സ്പോട്ടുകളുണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ, അങ്ങോട്ടൊക്കെ പോയാലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ സമയം കിട്ടും. ഫോട്ടോഗ്രാഫർമാർ എടുത്തരും. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് അതിൻ്റെ പേരിലും നമുക്ക് ക്യാമറ കൈകാര്യം ചെയ്ത് പരിചയമുള്ളതിൻ്റെ പേരിലൊക്കെ നമ്മുടെ ഐഫോണിലും നമ്മുടെ പേഴ്സണൽ ക്യാമറകളിലൊക്കെയാണ് നമ്മൾ മറ്റെടുത്തത്. DJയിലും മറ്റൊക്കെയാണ് എടുത്തത്. ട്രൈപോഡൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എടുത്തു തരാനൊക്കെ ആൾക്കാരുണ്ട്. നല്ല ഫോട്ടോസ് വീഡിയോസൊക്കെ. അപ്പോൾ എല്ലാവരും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു 1.5 ഫീലാണ്. ഒന്നും പറയാനില്ല. അപ്പോൾ വെൽക്കം ടു ഫുക്കോക്ക്. എന്തുകൊണ്ട് നിങ്ങൾ ഫുക്കോക്കിലേക്ക് വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഇതുവരെ കണ്ടവർക്ക് ഇപ്പോൾ തന്നെ മറുപടി ആയിട്ടുണ്ട്. ഇതിനോടകം 2 ഐലൻഡേ കണ്ടിട്ടുള്ളൂ. ഇനിയും 2 ഐലൻഡ് ബാക്കിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഫുക്കോക്ക് എന്നുള്ളതിന് ഉത്തരം അതാണ്.